കേരളം ആദ്യം മുതലേ ആവശ്യപ്പെട്ടു വരുന്ന കാര്യമാണ് വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചർ ആയി പ്രഖ്യാപിക്കണമെന്നത്. ഇത്രയും കാലം കാത്തിരുന്നു 154ാമത്തെ ദിവസം കേന്ദ്ര ഗവൺമെൻറ്റിന് ബോധോദയമുണ്ടായിരിക്കുന്നു. ആ ദുരന്തം ഒരു സിവിയർ നേച്ചറിലുള്ള ദുരന്തമാണെന്ന് പ്രഖ്യാപിക്കാൻ. അതാണ് കേന്ദ്ര ഗവൺമെൻറ്. ഈ ഗവൺമെൻറ്റിന്, മോദി ഗവൺമെൻറ്റിന് മനുഷ്യൻ്റെ സങ്കടങ്ങളൊന്നും മനസ്സിലാകില്ല. അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് കരിങ്കല്ല് സ്ഥാപിച്ച ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. ഒരു പഴയ കഥയുണ്ട്. ആ കഥയിലെ വില്ലനോ നായകനോ ഒരു കുറുക്കനാണ്. ആ കുറുക്കൻ ഒരു കൊക്കിനെ വിരുന്നിന് വിളിച്ചു. എന്നിട്ട് കൊക്കിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞണ്ടൻ സൂപ്പ് ഉണ്ടാക്കി വെച്ചു. അത് വിളമ്പിയത് ഒരു പരന്ന പാത്രത്തിലായിരുന്നു. ഒതിച്ച് വെള്ളമറക്കാനല്ലാതെ ആ കൊക്കിന് ഒറ്റ തുള്ളി പോലും കുടിക്കാൻ പറ്റിയില്ല. കഥയിൽ നിന്ന് ആ കുറുക്കൻ ഇന്ത്യയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു, രാഷ്ട്രീയത്തിലേക്ക്. ആ കുറുക്കൻ്റെ പേരാണ് മോദി ഗവൺമെൻറ്. പരന്ന പത്രത്തിൽ സൂപ്പ് വിളമ്പിയ കുറുക്കനെ പോലെ മോദി ഗവൺമെൻറ് പറയുന്നു, നിങ്ങളുടെ ആവശ്യം അംഗീകരിച്ചിരിക്കുന്നു. വയനാട് ദുരന്തം ഡിസാസ്റ്റർ ഓഫ് സിവിയർ നേച്ചറായി പ്രഖ്യാപിക്കാൻ ഞങ്ങൾ തയ്യാറായിരിക്കുന്നു. പക്ഷേ വൈകിയത് വഴി വയനാടും കേരളവും പ്രതീക്ഷിച്ച ന്യായമായൊന്നും കിട്ടിയിട്ടില്ല. അതെപ്പോൾ കിട്ടുമെന്ന് ഉള്ള ചോദ്യം ബാക്കിയാണ്. ഏറ്റവും മുഖ്യമായ കാര്യം, വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ട പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുകയാണ്. അതൊരു പഴയ ആവശ്യമാണെന്ന് എല്ലാവർക്കും അറിയാം. അവിടെ കൂടിയ ബാങ്കുകളുടെ യോഗം ഒരുപോലെ പറഞ്ഞു, ഞങ്ങൾക്കെല്ലാം സമ്മതമെന്ന് പറഞ്ഞു. പക്ഷെ തീരുമാനം വരേണ്ടത് അവിടെ നിന്നാണ്. റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നാണ്. ആ തീരുമാനം വന്നിട്ടില്ല. കേരള ഗവൺമെൻറ്റിന് കഴിയുന്ന ഒരു ബാങ്കുണ്ട്, അത് കേരള ഗ്രാമീൺ ബാങ്കാണ്. ആ ബാങ്ക് ഒഴികെ മറ്റൊരു ബാങ്കും വയനാട്ടിലെ പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളാൻ തീരുമാനിച്ചിട്ടില്ല. ഈ കുറുക്കൻ ഗവൺമെൻറ്റിന് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഇന്ന് പ്രഖ്യാപിക്കണം. ദുരിതത്തിൽപ്പെട്ട പാവങ്ങളുടെ എല്ലാ കടങ്ങളും എഴുതിത്തള്ളാൻ ഞങ്ങൾ ബന്ധപ്പെട്ട ഓരോ ബാങ്കിനും നിർദ്ദേശം കൊടുക്കാമെന്ന് ഗവൺമെൻറ് പറയണം. അതുണ്ടായിട്ടില്ല. ഇതുവരെ പറഞ്ഞു പോകുന്നത് 153 കോടി രൂപയുണ്ടല്ലോ, അതുകൊണ്ട് എല്ലാമായി എന്നാണ്. ഇത്രയും വലിയ മഹാദുരന്തമുണ്ടായ ഈ കേരളം ഇന്ത്യയുടെ ഭാഗമാണ്. ഇന്ത്യയുടെ ഭാഗമായി മോദി ഗവൺമെൻറ് കേരളത്തെ കാണുന്നതെങ്കിൽ ഇതുവരെയും തുടർന്നു പോകുന്ന അലംഭാവം, അവഗണന, ചിറ്റമ്മ നയം എല്ലാം തിരുത്തിയിട്ട് കേരളത്തിന് അവകാശപ്പെട്ട ദുരന്ത സഹായ നിധി ലഭിച്ചേ തീരുമെന്ന് വ്യക്തമായി പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നു. അത് ഞാൻ പറയുകയാണ്. രാഷ്ട്രീയമാണ് കാരണം. കേരളത്തിലെ ഗവൺമെൻറ്, കേന്ദ്രത്തിലെ ഗവൺമെൻറ്റിന് രാഷ്ട്രീയമായി ഇഷ്ടപ്പെടാത്ത ഗവൺമെൻറ്റാണ്. ഈ ഗവൺമെൻറ് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. വർഗീയ ഭ്രാന്തിൻ്റെയും മതവിദ്വേഷത്തിൻ്റെയും പാത പിൻപറ്റുന്ന BJP ഗവൺമെൻറ്റിന് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനോട് കടുത്ത വൈരാഗ്യമുണ്ട്. രാഷ്ട്രീയമായി അന്ധത പതിച്ച ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. അതുകൊണ്ടാണ് സാമ്പത്തികമായി ഈ സർക്കാരിനെ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി എല്ലാ വഴിയും മോദി ഗവൺമെൻറ് എന്നും കൈക്കൊള്ളുന്നത്. കഴുത്തിൽ കുത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിക്കും പോലെയാണ്. അവകാശപ്പെട്ട വിഹിതം തരാതെ, സഹായം തരാതെ, ഇന്ത്യയുടെ ഭാഗമാണ് കേരളമെന്ന് യഥാർത്ഥം അംഗീകരിക്കാതെ മോദി ഗവൺമെൻറ് എല്ലായ്പ്പോഴും പെരുമാറുന്നത് തെറ്റാണിത്. അല്ല, വയനാട്ടിലെ ആത്മഹത്യയെ പറ്റിയുള്ള സത്യങ്ങളെല്ലാം പുറത്തു വരികയാണ്. ആ സത്യങ്ങളെല്ലാം പറയുന്നത്
ആ ബാങ്ക് നടത്തിപ്പിൽ ആ ഭരണസമിതിക്ക് ഒരുപാട് തെറ്റുകളും പാളിച്ചകളും ഉണ്ടായിട്ടുണ്ടെന്നാണ്. അതിൻ്റെ ഫലമായി കുന്നുകൂടിയ സാമ്പത്തിക ഭാരം കൊണ്ടായിരിക്കാം DCC സെക്രട്ടറി ആത്മഹത്യ ചെയ്തതെന്ന് പറയപ്പെടുന്നു. എന്തായാലും എല്ലാം പുറത്തു വരട്ടെ. സഹകരണ മേഖലയിൽ ഏത് പാർട്ടിയുടെ ഭരണമായാലും സഹകരണ മേഖലയിൽ ഒന്നാമത്തെ ചുമതല നിക്ഷേപിച്ച മനുഷ്യരോട് കാണിക്കേണ്ട സത്യസന്ധതയാണ്, വിധേയത്വമാണ്, പൊതുപ്പണമാണ് എന്ന ബോധ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ സഹകരണ മേഖല ഓരോ ചില്ലിക്കാശും ചിലവഴിക്കാവൂ. അവിടെ കൈകിട്ട് വരുന്നത് ആരായാലും തെറ്റാണെന്നാണ് കുറച്ച് അഭിപ്രായം. അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുന്നത്, ഇടതുപക്ഷം നിൽക്കുന്നത് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടിയാണ്. മാധ്യമ സ്വാതന്ത്ര്യം ജനാധിപത്യ വ്യവസ്ഥയുടെ അലംഘനീയമായ ഭാഗമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു MLA-യുടെ മകനെ കഞ്ചാവ് കേസിൽ പിടിക്കുന്നു. അതേപ്പറ്റിയുള്ള വസ്തുതകളെല്ലാം വരട്ടെ, അത് വാർത്ത പുറത്തു വന്നു. എല്ലാ വസ്തുതയും വരട്ടെ, എന്നിട്ട് പറയാം. കാട്ടുമൃഗശല്യം കൊണ്ട് ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. പുലികളൊക്കെ ഈ ഭാഗത്ത് അതിന് വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടായി. LDF ഗവൺമെൻറ്റിൻ്റെ നിലപാട് പലവട്ടം വ്യക്തമാക്കിയിട്ടുണ്ട്. മന്ത്രി പറഞ്ഞു, മുഖ്യമന്ത്രിയും പറഞ്ഞു. വന്യജീവി മനുഷ്യ സംഘർഷം അതെവിടെയും വനമുണ്ടോ അവിടെയെല്ലാം ഉണ്ടായിട്ടുണ്ട്. അത്തരം സംഘർഷ വേളകളെല്ലാം പ്രയാസങ്ങൾ നേരിട്ട മനുഷ്യരെയാണ് ഞങ്ങൾ പ്രധാനമായി കാണുന്നത്. അവരെ സഹായിക്കാൻ വേണ്ടി, അവകാശപ്പെട്ട നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി ഗവൺമെൻറ് സാധ്യമായതൊക്കെ ചെയ്യുന്നുണ്ട്, നാളെയും ചെയ്യും. അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഒന്നാമത്തെ പരിഗണന ഞങ്ങൾക്ക് മനുഷ്യരാണ്, മൃഗങ്ങളല്ല.